കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർച്ച് മാസം 25-ാം തീയതി കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മാർച്ച് മാസം 25-ാം തീയതി. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാൾ മാർച്ച് മാസം 25-ാം തീയതി തിരുസഭ ആഘോഷിക്കുകയാണ്. ഒരു രക്ഷകന് വേണ്ടി കാത്തിരുന്ന ലോകത്തിന് ഒരു രക്ഷകനെ നൽകിക്കൊണ്ട് അവൻ്റെ വരവിനെക്കുറിച്ചുള്ള മംഗളവാർത്ത ദേവപിതാവ് ഗബ്രിയേൽ മാലാഖയിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ച ആ അനുഗ്രഹത്തിൻ്റെ സദ്വാർത്ത നമ്മൾ ഇന്ന് ഓർക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് മുതൽ 9 മാസം കഴിയുമ്പോൾ ഡിസംബർ 25-ാം തീയതി ഈശോയുടെ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കും. അങ്ങനെ ഡിസംബർ 25, ഡിസംബർ മുതൽ 9 മാസം പുറകോട്ട് ആണ് നമ്മൾ മാർച്ച് മാസത്തിൽ മംഗളവാർത്ത തിരുനാൾ സഭ ക്രമീകരിച്ചിരിക്കുക. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത എപ്പിസോഡുകളെല്ലാം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം കഞ്ചിക്കോട്ട് റാണി ജോൺ എന്ന് പറയുന്ന സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെട്ട് നമുക്ക് കൈമാറിയ സ്വർഗത്തിൻ്റെ ദൂതുകളാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. റാണി ചേച്ചിയുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി പങ്കുവെച്ച വിലപ്പെട്ട ദൂതുകൾ നാം തുടർന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മംഗളവാർത്ത തിരുനാൾ ദിവസത്തിൽ വളരെ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ വളരെ വിലപ്പെട്ട ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ റാണി ചേച്ചിയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇടപെടുവാനും വരുവാനും സംസാരിക്കാനും തുടങ്ങി ആദ്യ നാളുകളിൽ അമ്മയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വളരെ നല്ലൊരു സുഗന്ധ അഭിഷേകം അവിടെയെല്ലാം വ്യാപിച്ചിരുന്നതായിട്ട് റാണി ചേച്ചി പങ്കുവയ്ക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെ വെളിപ്പെടുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പ്രാർത്ഥനയിലായിരിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു സുഗന്ധ അഭിഷേകം. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം മക്കൾക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ലഭിക്കുന്നതാണ് സുഗന്ധാഭിഷേകം. അമ്മയുടെ പരിശുദ്ധയുടെ, അമ്മയുടെ നിർമ്മലതയുടെ, അമ്മയുടെ ആ വിശുദ്ധിയുടെ ഗന്ധമാണ്, വിശുദ്ധിയുടെ ആ മണമാണ് ഈ സുഗന്ധാഭിഷേകമായി കടന്നു വരിക. പരിശുദ്ധിയുടെ പരിമളം പരത്തുന്ന പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയുടെ സാന്നിധ്യമാണ് സുഗന്ധാഭിഷേകമായി കൂടെയുള്ളവർക്കെല്ലാം ലഭിക്കുക. അത് സ്വർഗത്തിൻ്റെ വലിയൊരു ഇടപെടലാണ്. അതെപ്പോഴൊന്നും ലഭിക്കുന്നില്ല. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ സാന്നിധ്യത്തിലാണ് അത് ലഭിക്കുക. ഈ സുഗന്ധാഭിഷേകം ലഭിക്കുമ്പോൾ കൂടെയുള്ളവർക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ ഇവിടെയുണ്ട്. അപ്പോൾ അമ്മയെ കൂടുതലായിട്ട് സ്നേഹിക്കാനും നന്ദി പറയാനും അമ്മയുടെ സാന്നിധ്യത്തിൽ ഒരു മാതൃസ്നേഹത്തിൽ ആവരണം ചെയ്യപ്പെടുന്ന അനുഭവം അനേകർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പരിശുദ്ധ അമ്മ ഇതുപോലെ സുഗന്ധ അഭിഷേകം നൽകി അനേകർക്ക് വെളിപ്പെടുത്തുന്നുണ്ട് അമ്മയുടെ സാന്നിധ്യം.
ഇപ്രകാരം സുഗന്ധ അഭിഷേകം ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ റാണി ചേച്ചി പങ്കുവയ്ക്കുകയാണ്, പലരും ഈ സുഗന്ധ അഭിഷേകത്തിന് ദുർവ്യാഖ്യാനം കൊടുക്കുവാൻ തുടങ്ങി. ഈ സുഗന്ധാഭിഷേകം വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചുകൊണ്ടാണ്. ഇതൊന്നും ആരും ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല, സ്വർഗത്തിന്റെ ഇടപെടലാണല്ലോ. അത് എപ്പോൾ ലഭിക്കുമെന്ന് എങ്ങനെ ലഭിക്കുമെന്നൊന്നും ആർക്കും അറിയില്ല. പരിശുദ്ധ അമ്മ അല്ലെങ്കിൽ സ്വർഗത്തിന് എപ്രകാരം ക്രമീകരണം തോന്നുമ്പോൾ ആർക്ക് കൊടുക്കണമെന്ന് സ്വർഗം തീരുമാനിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് ആ സ്ഥലത്ത് കൊടുക്കുകയാണ്. റാണി ചേച്ചിക്ക് സുഗന്ധാഭിഷേകം ചേച്ചിയോട് കൂടെ പ്രാർത്ഥിക്കുമ്പോഴും, ചേച്ചി കൂടെ ഇല്ലെങ്കിൽ തന്നെയും ചില സഹോദരങ്ങൾ ആ ഭവനത്തിൽ വന്ന് ജമാലയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശക്തമായ സുഗന്ധാഭിഷേകം ലഭിക്കുവാൻ തുടങ്ങിയപ്പോൾ അനേകർ ഇതിനെ ദുർവ്യാഖ്യാനം കൊടുക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പലരും അതിനെക്കുറിച്ച് വിമർശിക്കുവാൻ തുടങ്ങി. ഇതൊക്കെ തട്ടിപ്പാണ്. പല രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരായി വരുവാൻ തുടങ്ങി. ഒരു സ്ഥലത്ത്, ഒരു ഭാഗത്ത് ഇതിനെതിരെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ, മറുഭാഗത്ത് ആളുകൾ ഈ സുഗന്ധാഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി വരുവാൻ തുടങ്ങി. അതായത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വിശുദ്ധിയിൽ വളരുവാനുള്ള ആഗ്രഹം കൊണ്ടോ തങ്ങളുടെ പാപ ജീവിതത്തെ മാറ്റി വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടുള്ള വരവൊന്നുമല്ല. ഈ പ്രതിഭാസം ഒന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടി, സുഗന്ധാഭിഷേകം ഒന്ന് കിട്ടുന്നതിന് വേണ്ടി, ഇതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അനേകര് വരുവാൻ തുടങ്ങി. അത് ദൈവസ്നേഹം കൊണ്ടോ ദൈവത്തിന്റെ ഇടപെടലുകൾ, പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുന്ന ദൈവിക ഇടപെടലുകൾ അറിയുന്നതിന് വേണ്ടിയൊന്നുമല്ല. ഒന്നെങ്കിൽ ഇതെന്താണെന്ന് അറിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് വിമർശിക്കുവാനും ഇതിനെക്കുറിച്ച് മറ്റ് ചർച്ചകൾ നടത്തുവാനും ഒക്കെ ആ താല്പര്യത്തോടെ വരുന്ന ഒരു കൂട്ടര്. ചിലര് സത്യസന്ധമായി ഈ ഒരു അനുഭവത്തിലൂടെ ദൈവത്തെ കൂടുതൽ അറിയാനും പരിശുദ്ധ അമ്മയിലൂടെ ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന നല്ല മനസ്സോടു കൂടി വരുന്നവരുമുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ ഇവിടെ വരുവാനായിട്ട് തുടങ്ങി. ഇവിടെയുള്ള സഹോദരങ്ങളെ, ആ നിമിഷത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് റാണി ചേച്ചിയോട് പറഞ്ഞു, ഇവിടെ വരുന്ന അനേകം മക്കൾ നല്ല ഉദ്ദേശത്തോടെ അല്ല വരുന്നത്. അവർ സുഗന്ധാഭിഷേകത്തിന് മാത്രം വരുന്നവരാണ്. പ്രാർത്ഥിക്കാനോ പ്രാർത്ഥന അനുഭവത്തിനോ പാപത്തെ വെറുത്തുപേക്ഷിക്കാനോ ഒരു മാനസാന്തരത്തെ കടന്നു വരുവാനോ ഉള്ള താല്പര്യത്തോടെ ഒന്നുമല്ല, ഈ പ്രതിഭാസം ഒന്ന് ആസ്വദിക്കുന്നതിന് വേണ്ടി. പരിശുദ്ധ പറഞ്ഞു, ഇത് സ്വർഗത്തിന്റെ ആഗ്രഹമല്ല. പരിശുദ്ധ അമ്മയുടെ ഈ സാന്നിധ്യത്തിൽ ഇതുപോലെ സുഗന്ധാഭിഷേകം നൽകുന്ന ആളുകളെ വിശുദ്ധിയിൽ വളർത്തുന്നതിന് വേണ്ടിയാ, പാപബോധം ലഭിക്കുന്നതിന് വേണ്ടിയാ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടിയാ. പക്ഷേ ഇത് മറ്റു രീതിയിൽ വ്യാഖ്യാനം ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധ പറഞ്ഞു, അനേകം മക്കള് ദൈവീക കാര്യങ്ങൾക്കോ മാനസാന്തരത്തിനോ ഞാൻ നൽകുന്ന സന്ദേശത്തിനോ പ്രാധാന്യം നൽകാതെ സുഗന്ധാഭിഷേകത്തിന്റെ ആ സുഗന്ധത്തിന് വേണ്ടി മാത്രം വരുന്നത്. അതുകൊണ്ട് ഇതും നിർത്തലാക്കപ്പെടും. ഇത് വെറുതെ ഇങ്ങനെ നൽകിയിട്ട് കാര്യമില്ല. നമ്മ പറഞ്ഞു കൊടുത്ത ഇപ്രകാരമാണ്, പവിത്രമായ കാര്യങ്ങൾ പവിത്രതയില്ലാത്തവർക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കരുത്. കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, മുത്തുകൾ പന്നിയുടെ മുമ്പിൽ ഇട്ടുകൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറഞ്ഞ പരിശുദ്ധം പറഞ്ഞുകൂടിയ പവിത്രമായ കാര്യങ്ങൾ പവിത്രതയില്ലാത്തവരുടെ മുൻപിൽ ഇട്ടുകൊടുക്കരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അടയാളങ്ങൾ കൊണ്ട് വെളിപ്പെടുന്നു. നമ്മളെടുത്ത് മെജൂരിൽ പോയാലും ലൂർദിൽ പോയാലും ഫാത്തിമയിൽ പോയാലും ഒക്കെ അമ്മയുടെ സാന്നിധ്യം അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. തിരിച്ചറിഞ്ഞ ഇപ്രകാരമാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും ഈ അടയാളങ്ങളുടെ പുറകെ പോകും. അമ്മയുടെ പല സ്ഥലങ്ങളിലും അമ്മയുടെ സാന്നിധ്യം, ചിലപ്പോൾ കഞ്ചിക്കോട് തന്നെ റാണി ചേച്ചിയുടെ വീട്ടിൽ തന്നെ പരിശുദ്ധ അമ്മ തേനൊഴുക്കിയുണ്ടായി, രൂപത്തിലൂടെ പാലൊഴുക്കിയുണ്ടായി, രക്തക്കണ്ണീരൊഴുക്കിയുണ്ടായി, സുഗന്ധാഭിഷേകം പരത്തുകയുണ്ടായി. ഇതൊക്കെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടാകാം. എന്നാൽ പലപ്പോഴും നമ്മുടെ ഫോക്കസ് എപ്പോഴും ഈ പാലിന്റെ പുറകെയും തേനിന്റെ പുറകെയും രക്തക്കണ്ണീരിന്റെ പുറകെയും സുഗന്ധത്തിന്റെ പുറകെയും ഒക്കെ പോകുമ്പോൾ അത് അപകടകരമാണെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്. അമ്മയിലൂടെ ഈശോയിലേക്ക് എത്തുക, അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ച് മാനസാന്തരത്തിലേക്ക് കടന്നു വരിക, ഇതാണ് പ്രാധാന്യം. തേനിന്റെ പുറകെയോ പാലിന്റെ പുറകെയോ പോകുന്ന നല്ല പ്രാധാന്യം. അതുകൊണ്ട് അടയാളങ്ങളെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അടയാളങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അത് ദൈവഹിത പ്രകാരം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്നാൽ അമ്മയുടെ
ദേഹത്തിന് എപ്പോൾ തേനൊഴുകും, എപ്പോൾ പാലൊഴുകും, എപ്പോൾ രക്തക്കണ്ണീരൊഴുകും എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുക, അമ്മയുടെ സന്ദേശങ്ങളായിട്ട് മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലാണ്ട് അടയാളങ്ങളുടെ പുറകെ അല്ല പോകേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്ക് ലഭിക്കുകയാണ്. ഈ അടയാളങ്ങളെ വിമർശിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം തെറ്റാണെന്നോ കുറ്റമാണെന്നോ ഇല്ലെങ്കിൽ ഇത് തട്ടിപ്പാണെന്നോ വെട്ടിപ്പാണെന്നോ പറയേണ്ട കാര്യമില്ല. അത് സ്വർഗം നൽകുന്നതാണെങ്കിൽ കർത്താവ് ആ പദ്ധതി നിറവേറ്റും. സ്വർഗത്തിൽ നിന്നുള്ളതല്ലെങ്കിൽ അത് താനെ ഇല്ലാതാകും. വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത ലഭിച്ച ആ ദിവസം സ്വർഗീയ പിതാവ്, സ്വർഗസ്നായ പിതാവ് പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ദൈവപുത്രന് അമ്മയായി അവരോധിച്ചുവെങ്കിൽ ഈ ലോകത്തിന്റെ അവസാനം വരെ ദൈവപുത്രന്റെ അമ്മയായ പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഈ പുത്രന് വേണ്ടി, അവനിലൂടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി അമ്മ ഈ ലോകത്തുണ്ടായിരിക്കും. ഇത് ദൈവപിതാവിന്റെ ഹിതമാണ്, ദൈവപിതാവിന്റെ തിരഞ്ഞെടുപ്പാണ്, ദൈവപിതാവിന്റെ പദ്ധതിയാണ് പരിശുദ്ധ കന്യകാ മറിയത്തെ ഈ ലോകത്ത് മാനവകുലത്തിന്റെ അമ്മയായി നൽകുക എന്നുള്ളത്. പരിശുദ്ധ കന്യകാ മറിയത്തെ ദൈവപുത്രന്റെ അമ്മയായി നൽകുക എന്നുള്ളത്. അങ്ങനെ ഈ ലോകത്തെ മുഴുവനും രക്ഷിച്ച പുത്രനായ യേശുക്രിസ്തുവിന്റെ ആ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി പരിശുദ്ധ അമ്മയും മാറുക എന്നുള്ളത് ദൈവപിതാവിന്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈശോ കുരിശിൽ നമുക്ക് നേടിത്തന്ന രക്ഷയിലേക്ക് നമ്മൾ പലപ്പോഴും കടന്നു വരാതെ, ഈശോ കുരിശിൽ ആരെ തകർത്തോ, സാത്താനെ, തിന്മയെ തകർത്ത സാത്താന്റെ പുറകെ അവന്റെ പ്രലോഭനങ്ങൾ നമ്മൾ പോകുന്നത് കാണുമ്പോൾ പരിശുദ്ധ അമ്മ ഓടി നടക്കുകയാ. നമ്മളെയൊക്കെ സാത്താനിൽ നിന്ന് വിടുവിച്ച് ഈശോയോട് ചേർത്ത് നിർത്തുവാൻ, ഈശോയുടെ കുരിശോട് ചേർത്ത് നിർത്തുവാൻ. ഇതൊക്കെ ആരംഭിച്ചത് എവിടെയാണ്? മംഗളവാർത്തയുടെ ആ ദിവസമാണ്. നമ്മൾ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മ പറഞ്ഞല്ലോ, ഈ ലോകത്ത് വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുരിശിന്റെ വഴി ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ ഏറ്റവും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയാണെന്ന്. ഈശോയുടെ ബലിയർപ്പണത്തിന്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ പിന്നെ ജപമാല പ്രാർത്ഥനയാണ്. സാത്താൻ വിറയ്ക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കാരണം ഈ പ്രാർത്ഥന എന്താണ്? പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഖയെ അയച്ചപ്പോൾ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ സന്ദേശമാണ് നമ്മൾ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നത്. ഇത് ദൈവപിതാവിന്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ സാത്താൻ ഭയക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞ് ഗബ്രിയേൽ മാലാഖ നൽകിയ ആ സന്ദേശം ജപമാല പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ മംഗളവാർത്ത തിരുനാൾ ദിവസം നമുക്കുണ്ടാകണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഈ മംഗളവാർത്ത തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ, മാർച്ച് മാസം 25-ാം തീയതി നമ്മൾ ആഘോഷിക്കുമ്പോൾ, സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അല്പം കൂടി ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനും അമ്മയുടെ സന്ദേശങ്ങൾ ജീവിക്കുവാനുമുള്ള കൃപ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം. കാരണം ദൈവദൂതൻ വന്ന് പറഞ്ഞ സന്ദേശം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈശോയെ ലഭിച്ചിരിക്കുന്നത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ ദൂതനോട് പറഞ്ഞപ്പോൾ സ്വർഗീയ പിതാവ് ആ പദ്ധതി അവിടെ ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഈശോ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് വേണ്ടിയുള്ളതായിരുന്നു, നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. നമുക്ക് പരിശുദ്ധ അമ്മ ഇന്നും നൽകുന്ന ആ സന്ദേശങ്ങൾ സ്നേഹത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇനി കഞ്ചിക്കോട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ ഈ സുഗന്ധാഭിഷേകത്തിന് വേണ്ടിയൊക്കെ ആളുകൾ വരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. റാണി ചേച്ചി വളരെ വേദനയോടെ പങ്കുവയ്ക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങളെ ഓർത്ത് എൻ്റെ ഹൃദയം ഒരുപാട് വേദനിക്കുന്നു. അതിനൊരു കാര്യം റാണി ചേച്ചി കൂട്ടിച്ചേർത്ത് ഇപ്രകാരമാണ്. പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് പ്രത്യക്ഷപ്പെട്ട് വളരെ സ്നേഹത്തോടുകൂടി നമ്മളെയൊക്കെ ഈശോയിലേക്ക് ഒരു ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ അമ്മ സ്നേഹത്തോടെ അമ്മയുടെ അടയാളങ്ങളിലൂടെ തന്നെ ഒരുക്കി
സുഗന്ധാഭിഷേകം വളരെ ശാന്തതയോടുകൂടി സുഗന്ധാഭിഷേകമൊക്കെ നൽകി മനുഷ്യമക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ദിവസങ്ങളിൽ തിന്മ ചില വ്യക്തികളിലൂടെ കടന്നു വന്ന് ഇതിനെല്ലാം വിമർശിച്ച് അന്തിചർച്ചകൾക്കും മഞ്ഞ പത്രങ്ങൾക്കും സഭയുടെ കൂദാശകളെയും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളെ ഇട്ടുകൊടുത്ത വേദനിപ്പിക്കുന്ന ദിവസങ്ങളെ കുറിച്ച് ചേച്ചി പങ്കുവയ്ക്കുന്നു. ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയാണ്, നന്മയ്ക്ക് വേണ്ടിയല്ല, ഇതിനെതിരായിട്ടുള്ള വിമർശനങ്ങളുമായി അന്തിചർച്ചകൾ, മഞ്ഞ പത്രങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതി. ചേച്ചിയുടെ വാക്കുകളാണ് ഇതൊക്കെ എഴുതി. ആ കാലഘട്ടത്തിൽ, ആ ഒരു സമയത്ത് സഭയെയും സഭയുടെ കൂദാശകളെയും ദൈവിക ഇടപെടലുകളെയും ഒക്കെ പിച്ചി ചീന്തി അനേകര് മാധ്യമങ്ങളിലൂടെ ചർച്ചകളിലൂടെയൊക്കെ മുന്നോട്ട് പോയ സമയത്ത് പരിശുദ്ധ അമ്മ പറയും, എൻ്റെ ഹൃദയം എത്രമാത്രം വേദനിക്കുന്നു. ഒരു നല്ല കാര്യം, ദൈവിക ഇടപെടൽ ഈ മനുഷ്യ മക്കളുടെ മുൻപിൽ നടന്നപ്പോൾ അതിലേക്ക് കടന്നു വരാതെ അതിനെതിരെയുള്ള തിന്മയ്ക്ക് കൂട്ടുനിന്ന് പ്രവർത്തിച്ച മക്കളെ ഓർത്ത് എൻ്റെ ഹൃദയം വേദനിക്കുന്നുവെന്ന് പരിശുദ്ധം പറയുകയും ഫ്രാൻസിസ് പങ്കുവയ്ക്കുന്ന ഇപ്രകാരം സഹോദരങ്ങളെ, ഇതിനെയൊക്കെ ഈ ചർച്ചകളും അന്തിചർച്ചകളും മാധ്യമങ്ങളുടെ ഈ തെറ്റായ ഇടപെടലുകളെ കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്രകാരമാണ്. ഈ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഈ പത്രത്തിലൊക്കെ എഴുതാൻ കൊടുക്കുന്നതിൻ്റെയൊക്കെ അവസാനം, ഇതിൻ്റെയൊക്കെ ഒരു കാരണം ഇതൊക്കെ എത്തപ്പെട്ടിരിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയിലൂടെ. ഒരു ക്രിസ്ത്യാനിയാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത്. അതാണ് പ്രിയമുള്ള സഹോദരൻ പരിശുദ്ധം പറയുന്നത്, ഇവന്റെ ആത്മാവിന് വേണ്ടി, ഇവളുടെ ആത്മാവിന് വേണ്ടി എൻ്റെ പുത്രൻ കുരിശിൽ മരിച്ച് ഇവരെ രക്ഷിച്ച അവനാണ് ദൈവീക പദ്ധതികളെ വിമർശിക്കുകയും സഭയെയും സഭയുടെ കൂദാശകളെയും അന്തിചർച്ചകൾക്കും മഞ്ഞപത്രം ഇട്ടുകൊടുക്കുന്നതെന്നുള്ള ആ വലിയ വേദന എൻ്റെ പരിശുദ്ധ അമ്മ പറയുക. ഫ്രാൻസിസ് പറഞ്ഞു കൊടുക്കുക, മക്കളെ, ഇപ്രകാരം മനുഷ്യന്റെ കയ്യടിക്ക് വേണ്ടിയും സമൂഹത്തിൽ അംഗീകാരത്തിന് വേണ്ടിയും എവിടെയൊക്കെയോ പ്രശംസയ്ക്ക് വേണ്ടിയും നീ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ നിന്റെ ആത്മനാശത്തിലാണ് ചെന്നെത്തിക്കുന്നതെന്നുള്ള സത്യം നീ തിരിച്ചറിയണമെന്ന് പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ. അത് അന്ന് മാത്രമല്ല, ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് പല ചർച്ചകളിലും സഭയെയും സഭയുടെ കൂദാശകളെയും ദൈവിക ഇടപെടലുകളെയും ഒക്കെ മാധ്യമങ്ങൾ പല രീതിയിലും, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ പല രീതിയിലും തെറ്റായ രീതിയിൽ വിമർശിക്കുമ്പോൾ, തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുകയാണ്, ഇതെല്ലാം നീ നിന്റെ ചാനൽ റേറ്റ് കൂട്ടുവാനായിട്ട്, വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടുവാനായിട്ടൊക്കെ ചെയ്യുന്ന ഈ പ്രവർത്തികൾ എത്തുന്നത് നിന്റെ ആത്മനാശത്തിലേക്ക് വേണ്ടിയാണ്. കർത്താവ് യേശുക്രിസ്തുവിനെതിരെ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്നുള്ള വളരെ ശക്തമായ സന്ദേശമാണ് പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്നു. പ്രിയമുള്ള സഹോദരൻ, സഭയെയും സഭയുടെ കൂദാശകളും ചുമ്മാ അവിടെ ഇവിടെയും വിമർശിക്കാനോ അവിടെ ഇവിടെയും ചർച്ച ചെയ്യാനോ ചവിട്ടിക്കൊടാനുള്ളതല്ല. സഭയുടെ ശിരസ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയും ഈ ദൈവത്തിനെതിരെ നിലകൊള്ളുകയും ചെയ്യുന്നവൻ ഇരുമ്പാണിയിലാണ് തൊഴിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഈ കാലഘട്ടത്തിലെ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നവർ മനസ്സിലാക്കണം. ഇപ്രകാരമുള്ള തെറ്റായ പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകുന്നവർ തിരിച്ചറിയണം എന്നുള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശം വളരെ ശക്തമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണെന്നും തിന്മ ഇത്രമാത്രം പല രീതിയിലുള്ള പ്രലോഭനങ്ങളുമായി നമുക്ക് ചുറ്റും വരുമ്പോൾ അതിനോട് സഹകരിച്ച് ആത്മനാശത്തിലെത്തുന്ന അവസ്ഥ നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഇപ്രകാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത് യേശുക്രിസ്തുവിനെയാണ്. ഈ ലോകത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ള ഏക ദൈവം യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെതിരായിട്ട് ലോകം മുഴുവനും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
നമുക്കറിയാം, ഈശോയുടെ ജനന സമയത്ത് ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടു. AD ആൻഡ് BC, ആഫ്റ്റർ ക്രൈസ്റ്റ്, ബിഫോർ ക്രൈസ്റ്റ്. യേശുക്രിസ്തു ജനനത്തോടു കൂടിയാണ് ADയും BCയും ഉണ്ടാകുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സർവ്വതും ഈ ലോകത്തുനിന്ന് ഉന്മൂലനം ചെയ്യുവാൻ സംഘടനകൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ അതിന്റെ പ്രവർത്തന ഫലമായി ഇന്ന് ADയും BCയും ഒക്കെ മാറ്റപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇല്ല ഒരു ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ADക്കും BCക്കും പകരം എന്താണ് വന്നിരിക്കുക? CE ആൻഡ് BC, കോമൺ ഈറ, ബിഫോർ കോമൺ ഈറ. എന്താണ് ഈ കോമൺ ഈറ? യേശു ക്രിസ്തു, ബിഫോർ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ് എന്നുള്ളൊരു വാക്ക് ഉച്ചരിക്കപ്പെടാതിരിക്കുവാനായി ലോകത്തെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവർ മനഃപൂർവം ഇപ്രകാരം വന്നിരിക്കുന്നത്. യേശുക്രിസ്തു എല്ലാവരും വിശ്വസിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് മറ്റുള്ളവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കോമൺ ആയിട്ടൊരു പദം ഉപയോഗിക്കാം. കോമൺ ഈറ, ബിഫോർ കോമൺ ഈറ. ADക്ക് പകരം BCക്ക് പകരം ഇപ്പോൾ ലോകം ഏറ്റെടുത്തിരിക്കുക. അപകടകരമാണ്. യേശുക്രിസ്തുവിനെ ഇല്ലാതാക്കുവാൻ ലോകം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുന്ന ഈ അവസരത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും ഇപ്രകാരമുള്ള ശക്തികളോടുകൂടെ, വ്യക്തികളോടുകൂടെ സഹകരിക്കുന്ന ക്രൈസ്തവന്റെ ആത്മനാശത്തിനുള്ള സാധ്യതയെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായി കഞ്ചിക്കോട് റാണിച്ചേച്ചിയിലൂടെ സന്ദേശം നൽകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ കുരിശടയാളം പബ്ലിക്കായിട്ട് സ്ഥാപിക്കുന്നത് പോലും നിരോധിച്ചിരിക്കുകയാണ്. പാർലമെന്റിൽ പാസാക്കി ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ കുരിശടയാളം, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് സംബന്ധിച്ചുള്ള എന്ത് അടയാളം, യേശുക്രിസ്തു സൂചിപ്പിക്കുന്ന ഒരടയാളവും പബ്ലിക്കായിട്ട് എവിടെയും സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനങ്ങൾ പല പാർലമെന്റുകളിലും എടുത്തു കളഞ്ഞു. അപകടകരമാണ് ഈ യാത്ര. ഇപ്രകാരം ലോകം മുഴുവനും ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിനെ ഇല്ലായ്മ ചെയ്യുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ പരിശ്രമിക്കുമ്പോൾ ഈ രക്ഷകന് വേണ്ടി ജീവിക്കുവാനും ഈ രക്ഷനെ ഉയർത്തി നിർത്തുവാനും ഇവന് യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക്, എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി എൻ്റെ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതായി ഈ നോമ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക്, എൻ്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി യേശുക്രിസ്തുവിനെതിരായി മനുഷ്യൻ ചിന്തിക്കത്തക്ക രീതിയിൽ ഞാൻ ഈ നോമ്പ് കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 32-33 തിരുലിഖിതങ്ങൾ നമ്മോട് ഇപ്രകാരം പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. യേശുക്രിസ്തു എന്ന ഏക ദൈവത്തിൻ്റെ, സത്യദൈവത്തിൻ്റെ അംഗീകാരം നമുക്ക് ലഭിക്കണമെങ്കിൽ അവനെ ഈ ലോകത്ത് നാം അംഗീകരിച്ചേ പറ്റൂ എന്ന് നാം തിരിച്ചറിയുകയാണ്. എവിടെയൊക്കെ യേശുക്രിസ്തുവിന് വേണ്ടി നമുക്ക് നിലകൊള്ളാൻ സാധിക്കുമോ, എവിടെയൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുമോ, എവിടെയൊക്കെ യേശുക്രിസ്തുവിനെതിരായും അവൻ സ്ഥാപിച്ച സഭയ്ക്കെതിരായും, അവൻ സഭയുടെ ശിരസാണ് യേശുക്രിസ്തു, യേശുക്രിസ്തു ശരീരമാണ് സഭ. വചനം നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവിക സംവിധാനങ്ങളെ, യേശുക്രിസ്തുവിന്റെ സംവിധാനങ്ങൾക്കെതിരായി ആരെങ്കിലും ഒക്കെ കടന്നു വരുമ്പോൾ അവർക്കെതിരായി നിലകൊള്ളുവാനും യേശുക്രിസ്തുവിനും അവന്റെ ഇടപെടലുകൾക്കും അവന്റെ സംവിധാനങ്ങൾക്കും വേണ്ടി നിലകൊണ്ടുകൊണ്ട് സംസാരിക്കുവാൻ നമുക്കിന്ന് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിനെ ഉന്മൂലനം ചെയ്യുവാൻ ലോകം കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ
യേശുക്രിസ്തു ഉയർത്തി നിർത്തുവാനും അവനെ മഹത്വപ്പെടുത്തുവാനുമുള്ള ഒരു ഓട്ടമായിരിക്കണം ക്രൈസ്തവന്റെ ജീവിതമെന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയോ ലോകത്തിന്റെ കയ്യടിക്ക് വേണ്ടിയോ ചാനലുകൾ റേറ്റ് കൂട്ടുന്നതിന് വേണ്ടിയോ വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടിയോ ഉള്ള പരിശ്രമങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അത് യേശുക്രിസ്തുവിന് അവന്റെ സംവിധാനങ്ങൾക്ക് എതിരായുള്ളതാണെങ്കിൽ തകർന്നടിയും. നമ്മുടെ ജീവിതങ്ങളെ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ നോമ്പുകാലത്ത് എത്രമാത്രം നമുക്ക് സാധിക്കുന്നുവെന്ന് പരിശോധിച്ചുകൊണ്ട് ഈ നോമ്പിലൂടെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ പറയാണ്, മക്കളെ നിങ്ങൾ ജപമാല ഭക്തിയിൽ ഈ നോമ്പുകാലത്ത് മുന്നോട്ട് പോകണം. നിങ്ങൾ മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിച്ച് നോമ്പുകാലത്ത് മുന്നോട്ട് പോകണം. അതായത് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കണം. ഈ നോമ്പുകാലത്ത് എവിടെയാണ് ഞാൻ മാനസാന്തരപ്പെടേണ്ടത്, എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, എൻ്റെ ഏത് പ്രവൃത്തിയിലാണ് ദൈവം മഹത്വപ്പെടാത്തത്, എന്താണ് ഞാൻ മാറ്റേണ്ടത് എന്ന് പരിശോധിച്ചുകൊണ്ട് ഒരു മാനസാന്തരത്തിൻ്റെ ഒരു യാത്ര ഈ നോമ്പുകാലത്ത് ആരംഭിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അമ്മ പറയുകയാണ്, ദിവ്യകാരുണ്യത്തോട് ചേർന്ന് ഈ നോമ്പുകാലം ചിലവഴിക്കണം. ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്ന് അനേകർ ഈശോയെ അവഹേളിക്കുമ്പോൾ, അനേകർ ഈശോയെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ ഈശോയെ ആരാധിക്കണം, അവനോട് ചേർന്ന് നിൽക്കണം, അവനെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. അങ്ങനെ ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട്, അനേകർ അവഹേളിക്കുന്ന തമ്പുരാനെ സ്നേഹിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോമ്പിലുള്ള യാത്ര, ഒരു നോമ്പാചരണം പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ നോമ്പുകാലം നമുക്ക് ചിലവഴിക്കാം. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്ത, ഒരു മംഗളവാർത്ത നമ്മൾക്ക് പങ്കുവയ്ക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദൈവീക പദ്ധതികളെ, സ്വർഗത്തിൻ്റെ ഇടപെടലുകളെ, യേശുക്രിസ്തുവിൻ്റെ സംവിധാനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് വിമർശിച്ച് ദൈവകോപത്തിന് പാത്രഭൂതരാകാതെ, നമ്മൾ ദൈവീക സംവിധാനങ്ങളെ വിമർശിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന മക്കളാകാതെ, സദ്വാർത്ത, ദൈവത്തിൻ്റെ മംഗളവാർത്ത മറ്റുള്ളവർക്ക് കൈമാറുന്നവരായി മാറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റി. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.